അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയ്യുഹത്തുല്ലാഹുൽ അഇസ മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ള എൻ്റെ മനസ്സ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി സൂചിപ്പിക്കുവാനാണ് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ബോർഡിൽ കാണുന്നുണ്ടാകും, ബോർഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അൽ മുഫ്രദ് വൽ ജമഅ. മുഫ്രദ് എന്ന് വെച്ചാൽ ഏകവചനം, ജമഅ എന്ന് വെച്ചാൽ ബഹുവചനം. നമ്മൾ ഈ പാഠഭാഗത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠഭാഗത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഏകവചനവും ബഹുവചനവുമാണ് നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്തു പോകുന്നു. ഖൗല് എന്ന് പറഞ്ഞാൽ വാക്ക്, സംസാരിക്കുന്ന വാക്ക്. ഖൗലുൻ ജമ് അഖ്വാല്. രണ്ടാമത്തത് മൽബസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, അതിൻ്റെ ജമാണ് മലാബിസ്. ഖസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഹുലുക്ക്, സ്വഭാവം എന്നാണ് അർത്ഥം. ഖസായില്, ഖിസാൽ എന്നൊക്കെയാണ് അതിൻ്റെ ജമ. ഐബ് എന്ന് പറഞ്ഞാൽ ന്യൂനത, പോരായ്മ, അതിൻ്റെ ജമായിട്ട് ഒയൂബ്. സിഫത്ത് വിശേഷണം, സിഫാത്ത് വിശേഷണങ്ങൾ. ഇത് എങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നറിയോ? ഈ ഓർഡർ തെറ്റിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഖൗലുൻ മൽബസുൻ. ഇനി ഇതൊരു കള്ളിയായിരിക്കട്ടെ, കുറേ ഉണ്ടാവും, ഞാൻ അപ്പോൾ ഒന്നും വരയ്ക്കാൻ നിൽക്കണില്ല. എന്ത് ചെയ്യാ? ഖൗലുൻ അഖ്വാലുൻ. ഇവിടെ മലാബിസുൻ. ഇനി ഇത് ചേരുംപടി ചേർക്കുക. ജംഉ മുഫ്രദും നമ്മൾ എന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കുക. ഇങ്ങനെ ചേരുംപടി ചേർക്കുവാനുള്ള ചോദ്യം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വൺ വേർഡിന് ബ്രാക്കറ്റിൽ തന്നിട്ട് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഖൗലുൻ വാക്ക്, അഖ്വാല് വാക്കുകൾ, മലാബിസ് വസ്ത്രം, മൽബസ് വസ്ത്രം, മലാബിസ് വസ്ത്രങ്ങൾ, ഖസ്ലത്ത് സ്വഭാവം, ഖസായില് ഒരു സ്വഭാവങ്ങൾ, പിന്നെ ഐബ് ന്യൂനത, പോരായ്മ, സിഫത്ത് വിശേഷണം. ഞാൻ മറ്റേ പാഠത്തു നിന്ന് നമ്മൾ പഠിച്ച മുഫ്രദ് ജമഉ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹഖീബത്ത് എന്നാൽ ബാഗ് എന്നാണ് അർത്ഥം. ഹഖീബത്തിന്റെ ജമഅാണ് എന്ത്? ഹഖായിബ്. ഹമാദ് അസ്മിദത്ത്, വളങ്ങൾ എന്നാണ് അർത്ഥം. മുബീദാത്ത്, കീടനാശിനി എന്നാണ് അർത്ഥം. കെഷ്ക് അക്ഷാക്ക്, സ്റ്റാള്. നമ്മൾ മറ്റേ ഒരു പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വിവിധ സ്റ്റാളുകൾ, പ്രദർശനവും കാർഷിക പ്രദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച വാക്കാണ് കെഷ്കുൻ ജമഅ അക്ഷാക്ക്. മറ്റൊന്ന് മീസത്ത് ജമഅ മീസാത്ത്. മീസത്തുൻ ജമഅ മീസാത്ത് എന്ന് വെച്ചാൽ സവിശേഷതകൾ. ബദറുൻ ജമഅ ബുദൂർ എന്ന് വെച്ചാൽ വിത്തുകൾ എന്നാണ് അർത്ഥം. ബദർ എന്ന് പറഞ്ഞാൽ വിത്ത്, ബുദൂർ എന്ന് പറഞ്ഞാൽ വിത്തുകൾ. ശത്ലത്ത് എന്താണ്? ശത്ലത്ത് എന്ന് വെച്ചാൽ തൈകൾ എന്നാണ്. ശതലാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തൈകൾ. അദാത്ത് എന്ന് വെച്ചാൽ ഉപകരണം, കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണ് അദാത്ത്, ഉപകരണം. അദവാത്ത് ഉപകരണങ്ങൾ. ഹഖല് വയൽ, ഹുഖൂല് വയലുകൾ എന്നാണ് അർത്ഥം. ഈ ജമഅകള് പരീക്ഷയ്ക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്നുണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ചുരുങ്ങിയൊരു വീഡിയോ ആണ്, പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന വാക്കുകൾ ഹഖീബത്തു ഹഖലു അല്ലാത്ത മുഴുവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, 5ാം ക്ലാസ്സിന് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെട്ട വാക്കുകളാണ്. ചോദ്യം എന്നാൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ എജുപോർട്ടിലെ കുട്ടി കുടുങ്ങൂല. എജുപോർട്ടിലെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അത് പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നന്നായിട്ട് ഓനത് എഴുതും ചെയ്യും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.